വാർത്തകൾ വിശദമായി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ നാളെ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റൊരു ദിവസം ഹാജരാകാമെന്ന് വീണ ഇഡിക്ക് ഇമെയിൽ അയച്ചു. ആവശ്യമായ രേഖകൾ ഇഡിക്ക് കൈമാറാൻ ഒരുക്കമാണെന്നും വീണയുടെ ഇമെയിലിൽ അറിയിച്ചു. അഭിഭാഷകർ ഹാജരായി രേഖകൾ കൈമാറുമെന്നാണ് വീണ ഇഡിയെ അറിയിച്ചത്. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും നാളെ ആയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടിരുന്നത്. എന്തായാലും വീണ നാളെ ഹാജരാകില്ല എന്നൊരു വിവരമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ വീണ നാളെ ഹാജരാകില്ല എന്നൊരു കാരണം ഇപ്പോൾ ഇഡി പരിഗണിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? നാളെയാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ കൊച്ചിയിലുള്ള ED അധികൃതർക്ക് മുന്നിൽ ഹാജരാകേണ്ട ദിവസം. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ അവധി ചോദിച്ചിരിക്കുകയാണ്. പകരം അഭിഭാഷകർ വഴി അവരുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയും വിവിധ രേഖകളും നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഭിഭാഷകർ നാളെ രാവിലെ തന്നെ EDക്ക് മുന്നിൽ ഹാജരായി ഈ വിവരങ്ങൾ നൽകും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ED ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടില്ല. ഒരു പക്ഷേ അവധി സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് വേണ്ടി മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു അവധി ആയതുകൊണ്ട് തന്നെ ED അതിനൊരു പരിഗണന നൽകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് 8 പേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. ശശിധരൻ കർത്ത, ഒപ്പം തന്നെ MD ആണ് ശശിധരൻ കർത്ത CMRL, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൻ ഉൾപ്പെടെ അതിൽ ജനറൽ മാനേജർ, അങ്ങനെ തുടങ്ങുന്ന 8 പേര് കൂടി ഉൾപ്പെടുന്നതാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ പട്ടിക. പക്ഷേ ആ പട്ടികയിലുള്ള ഒന്നാമത്തെ ആളായ വീണ നാളെ ഹാജരാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം അവർ ഇന്നലെയാണ് ഇമെയിൽ വഴി അവരുടെ ബുദ്ധിമുട്ട് അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്ക് വേണ്ടി അഭിഭാഷകൻ എത്തും. ആ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട, കാരണം ഈ ED ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നത് SFIOയുടെ തയ്യാറാക്കിയ, അല്ലെങ്കിൽ SFIO ഇവരെ വീണയെ ചെന്നൈയിൽ വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ലഭിച്ച വിവരങ്ങളാണ്. 138 വിവരങ്ങൾ ഇവർ കൈവശം ഉണ്ട് എന്നാണ് SFIO എന്നറിയിച്ചിട്ടുള്ളത്. ആ വിവരങ്ങൾ കൂടി ശേഖരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിന് വേണ്ടി ഒരു ചോദ്യാവലി തന്നെ ED തയ്യാറാക്കിയിരുന്നു. ആ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലുള്ള എല്ലാ മറുപടികളും അടങ്ങുന്ന വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് വീണ ഈ പ്രത്യേക അന്വേഷണ സംഘം, EDയുടെ അന്വേഷണ സംഘത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ED വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അതേസമയം CMRLലെ മറ്റ് ആളുകളെ ചോദ്യം ചെയ്യുന്ന തുടരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം EDയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു അഭിമാന പ്രശ്നമാണ് അത് കൃത്യമായി ഈ കേസ് അന്വേഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ അനുകൂല വിധി ലഭിച്ചതോടുകൂടി തന്നെ വീണ ടിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ച് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ അവർ ചെയ്തത് SFIOയുടെ കൈവശം ഉണ്ടായിരുന്ന അന്വേഷണ റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ചില സെറ്റിൽമെൻറ്റുകളുടെ ഭാഗമായിട്ട് CMRL ഹാജരാക്കിയ രേഖകളും ആ രേഖകളുമായി ബന്ധപ്പെട്ട് വീണ കൈപ്പറ്റിയ തുകയും ആ തുകയിൽ എന്തുമാത്രം പൈസ എങ്ങനെയൊക്കെയാണ് ലഭിച്ചതും ആ ഇമെയിൽ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SFIOയുടെ കൈവശം ഇപ്പോൾ തെളിവായിട്ടുള്ളത്. ആ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ EDയുടെ കൈവശവുമുണ്ട്. അത് അനുസരിച്ചുള്ള ചോദ്യാവലിയാണ് ED തയ്യാറാക്കിയിരുന്നത് വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി. ആ ചോദ്യം ചെയ്യലാണ് മാറ്റി വയ്ക്കപ്പെടുന്നത്. അതേസമയം CMRLലെ മറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നത് തുടരും എന്നുള്ളത് ഉറപ്പാണ്. ഏകദേശം 2017 മുതൽ 2023 വരെയുള്ള കാര്യങ്ങൾ ED അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം ഈ മാസപ്പടി കൈപ്പറ്റുമ്പോഴേക്കും അവിടെ എന്ത് സേവനമാണ് നൽകിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വ്യക്തത ലഭിക്കുന്നില്ല. അതേസമയം ചില സ്ഥലങ്ങളിലൊക്കെ ഇവർ അവ്യക്തമായി പറഞ്ഞു പോകുന്ന ഒരു കാര്യം സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് എന്നാണ് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ സാങ്കേതിക വിജ്ഞാനം അവർക്ക് സഹായകരമായി നൽകിയിട്ടുണ്ട് എന്നാണ് എക്സാലോജിക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ ഇല്ല. അതേസമയം മറ്റു ചില കണക്കുകൾ അനുസരിച്ച് അത് അനൗദ്യോഗിക കണക്കുകളാണ്. പ്രതിമാസം 8 ലക്ഷം രൂപ വീതം എക്സാലോജിക്കും വീണയും കൈപ്പറ്റിയിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഏകദേശം 2,78 ലക്ഷം രൂപയുടെ ആരോപണങ്ങളാണ് വീണ ടിക്കെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ളതും അത് തന്നെയാണ് ED മുന്നോട്ട് വച്ചിട്ടുള്ളതും. പക്ഷേ ഇതിൽ പ്രധാനമായും CMRL മറ്റ് പലർക്കും ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്കാണ്. ഇതിൽ വീണയ്ക്ക് കടം നൽകിയിട്ടുണ്ട്. അത് 50 ലക്ഷം രൂപയാണ്. പിന്നീട് ഈ 50 ലക്ഷം രൂപ വീണ മടക്കി നൽകിയിട്ടുള്ളതായും രേഖകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈസ പല രീതിയിലായി നൽകിയത് എന്തുദ്ദേശത്തോടു കൂടി എന്നുള്ളതാണ് ED ഇപ്പോൾ തിരയുന്നത്. അതിനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ വീണയെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി
ആദ്യഘട്ട ചോദ്യം ചെയ്യൽ നടന്നത് തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അത് പിന്നീട് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കും പ്രതിഷേധത്തിലേക്കുമൊക്കെ വഴിവെച്ചിരുന്നു. അതിൻ്റെ രാഷ്ട്രീയം മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ വീണയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിലപാടുകളോട് CPIM മറ്റൊരു തരത്തിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം വീണയെ പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്ത ആളെന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇനി ഇടപെടേണ്ട എന്നൊരു നീക്കമാണ് CPIMൻ്റേത്. അതുകൊണ്ട് തന്നെ വീണയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ ഒന്നിനും തന്നെ സാധ്യത കുറവാണ്. ഒരു പക്ഷേ അടുത്ത ആഴ്ച തന്നെ വീണ്ടും ഇന്ന് ഒരു പക്ഷേ ED ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് മറുപടി നൽകും അവധി അപേക്ഷയ്ക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വീണ്ടും വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു നീക്കം EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ശരി, വ്യക്തമാണ്. എന്തായാലും CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഹാജരാകില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് EDക്ക് ഇപ്പോൾ വീണ മെയിൽ അയച്ചിട്ടുള്ളത്. ആവശ്യമായ രേഖകളൊക്കെ EDക്ക് കൈമാറാൻ ഒരുക്കമാണെന്നും വീണയുടെ ഇമെയിലിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അഭിഭാഷകരൊക്കെ രേഖകൾ കൈമാറുമെന്നാണ് ഇപ്പോൾ വീണ EDയെ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് DB നോയ. സ്ത്രീകൾക്കായുള്ള KSRTCയിലെ ആദ്യ സൗജന്യ യാത്രയിൽ മുഖ്യമന്ത്രി VD സതീശനും പങ്കെടുക്കും. ഉദ്ഘാടന യാത്ര തമ്പാനൂർ മുതൽ പെരുമാതുറ വരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി VD സതീശൻ യാത്ര ചെയ്യുന്നത്. പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിക്ക് ബസ്സിൽ പ്രത്യേക സ്റ്റിക്കറുകൾ ഒട്ടിക്കും. KSRTCക്ക് സർക്കാർ നൽകാനുള്ള തുക മാസാവസാനം നൽകും. ഇന്നലെയായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ ആരംഭിക്കും എന്ന് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു സൗജന്യ യാത്രയിൽ മുഖ്യമന്ത്രി VD സതീശനും പങ്കെടുക്കും. ഉദ്ഘാടന യാത്ര തമ്പാനൂർ മുതൽ പെരുമാതുറ വരെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി VD സതീശൻ യാത്ര ചെയ്യുന്നത്. ഈ ഒരു പദ്ധതിക്ക് പ്രിയദർശിനി എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഇതിൽ ഈ സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളിൽ പ്രത്യേക സ്റ്റിക്കറുകളൊക്കെ ഒട്ടിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. KSRTCക്ക് സർക്കാർ നൽകാനുള്ള തുക മാസാവസാനം നൽകുമെന്നും VD സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രതിവർഷം 800 കോടിയോളം തുക നഷ്ടമുണ്ട്. ഈ ഒരു 1500 കോടിക്ക് പുറമെ 800 കോടി കൂടി ഇത്തരത്തിൽ KSRTCക്ക് നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു തുക മാസാവസാനം KSRTCക്ക് നൽകാനൊക്കെ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യത്തെ സൗജന്യ യാത്രയിൽ മുഖ്യമന്ത്രി VD സതീശനുമാണ് പങ്കെടുക്കുന്നത്. സെക്രട്ടേറിയറ്റ് വരെയാണ് മുഖ്യമന്ത്രി VD സതീശൻ യാത്ര ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11ാമത് നീതി ആയോഗ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലൂന്നിയ ചർച്ചകൾക്കൊപ്പം രാജ്യത്തെ വിവിധ പരീക്ഷാ നടത്തിപ്പുകളുടെ ക്രമക്കേടുകളും യോഗത്തിൽ പ്രധാന ചർച്ചയാകും. സംസ്ഥാനങ്ങൾക്കുള്ള ഈ വിഷയത്തിലുള്ള കടുത്ത അതൃപ്തിയും അഭിപ്രായങ്ങളും മുഖ്യമന്ത്രിമാർ യോഗത്തിൽ നേരിട്ട് അറിയിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഡൽഹിയിലെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് നീതി ആയോഗ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നത്. 11ാമത് നീതി ആയോഗ് യോഗമാണ് ഇന്ന് ചേരുക. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള ചർച്ചകളൊക്കെ ഈ ഒരു യോഗത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ പരീക്ഷാ നടത്തിപ്പുകളിലെ ക്രമക്കേടുകളും ഒക്കെ യോഗത്തിൽ ചർച്ചയാകും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളൊക്കെ രാജ്യം ഉൾപ്പെടെ വലിയൊരു വിവാദമായൊരു സംഭവമായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ പരീക്ഷാ നടത്തിപ്പുകളിലെ ക്രമക്കേടുകളൊക്കെയാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്യുക. അതോടൊപ്പം
ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള കടുത്ത അതൃപ്തിയും അഭിപ്രായങ്ങളും ഒക്കെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ നേരിട്ട് അറിയിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികളും ഒക്കെ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചു എന്നൊരു വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇനിയിപ്പോൾ രാജ്യമൊട്ടാകെ വലിയൊരു പ്രതിസന്ധി നേരിടാൻ പോകുകയാണ്. ഈ ഒരു വിഷയങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാനാണ് സാധ്യത. എന്തായാലും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഒക്കെ ഈ ഒരു നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ എന്തായാലും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഡൽഹിയിൽ എത്തിച്ചേർന്നിരുന്നു. എന്തായാലും ഈ ഒരു യോഗത്തിന് ശേഷം മാത്രമേ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്നു മുതൽ പൂനെ സർവകലാശാലയിൽ നിന്നാണ് സമര പരമ്പരയ്ക്ക് തുടക്കമിടുക. തുടർന്ന് ലക്നൌ, അമൃത്സർ, ബംഗളൂരു, ജയ്പൂർ, ഹൈദരാബാദ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നാണ് സംഘടന വ്യക്തമാക്കിയത്. രാജ്യവ്യാപകമായി നടത്തുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് ശേഷവും വിദ്യാഭ്യാസ മന്ത്രിയെ സ്ഥാനത്തു നിന്ന് നീക്കാനോ അദ്ദേഹം സ്വയം രാജിവെക്കാനോ തയ്യാറാകുന്നില്ല എങ്കിൽ സമരം അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റുമെന്നും CJP മുന്നറിയിപ്പ് നൽകി. ജൂൺ 20 മുതൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ രാജ്യത്തെ യുവാക്കളെ അണിനിരത്തി അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹവും ആരംഭിക്കും. രാജിവെക്കും വരെ ജന്തർ മന്ദറിൽ നിന്നും പിരിഞ്ഞു പോകില്ലെന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പ്രതിഷേധത്തിന് ക്ഷണിക്കുന്നതായും CJP നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇന്ന് മുതലാണ് പ്രതിഷേധം ആരംഭിക്കുന്നത്. പൂനെ സർവകലാശാലയിൽ നിന്നാണ് ഈ ഒരു സമര പരമ്പരയ്ക്കൊക്കെ തുടക്കമിടുക. പ്രത്യേകിച്ച് രാജ്യമെമ്പാടും വലിയ ഒരു ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. എന്തായാലും ഈ ഒരു വിഷയമാണ് ഇവർ ഏറ്റവും പ്രധാനമായും ഊന്നി പറയുന്നത്. എന്തായാലും ഇതിലാണ് പ്രതിഷേധം ഏറ്റവും കൂടുതൽ ഉള്ളത്. എന്തായാലും തുടർന്ന് ലക്നൌ, അമൃത്സർ, ബംഗളൂരു, ജയ്പൂർ, ഹൈദരാബാദ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനൊക്കെയാണ് ഇപ്പോൾ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യവ്യാപകമായി നടത്തുന്ന ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ശേഷവും വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു സ്ഥാനത്ത് നിന്നും നീക്കാനോ അദ്ദേഹം സ്വയം രാജിവെക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല എങ്കിൽ സമരം അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റുമെന്നൊരു മുന്നറിയിപ്പ് കൂടി CJPയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. ജൂൺ 20 മുതൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ രാജ്യത്തെ യുവാക്കളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കാനും ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. എന്തായാലും രാജിവെക്കുന്നത് വരെ ജന്തർ മന്ദറിൽ നിന്ന് പിരിഞ്ഞു പോകുകയില്ല എന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ ഈ ഒരു പ്രതിഷേധത്തിന് ക്ഷണിക്കുന്നതായും ഒക്കെ CJP നേതാക്കൾ അറിയിച്ചിരിക്കുകയാണ്.